മുഖസ്തുതി പറയാണെന്ന് വിചാരിക്കരുത്. തന്റെ വീട്ടിൽ കയറി വരുമ്പോ ഒരു മൃഗശാലയിൽ കയറി വരുന്ന ഫീലിംഗാ. ഒരു കാണ്ടാമൃഗം അമ്മാവൻ, ഹിപ്പപ്പൊട്ടാമസ് അമ്മായി, ഒരു ഈനാമ്പേച്ചി മോള്, കുട്ടിക്കുരങ്ങൻ അനന്തരവൻ. അതോടെ എന്താ പറയാത്തത്? സമ്മതിച്ചു, കുരങ്ങൻ തന്നെ. പക്ഷെ സ്നേഹവും ആത്മാർത്ഥതയുള്ള കുരങ്ങന. അല്ലെങ്കിൽ പിന്നെ തന്റെ വാക്കും കേട്ട് ആ സ്വയംവരാനന്ദ സ്വാമി തിരുവടികളെ കാണാൻ ഇതേപോലെ പുറപ്പെടുവോ? ദേ, സ്വാമിയെ കളിയാക്കൊന്നും വേണ്ട. കുന്നുംപുറത്തെ മാളുവടുത്ത് എന്നോട് സ്വാമിയെ കുറിച്ച് പറഞ്ഞത്. സ്വാമിയെ കണ്ട് പ്രാർത്ഥിച്ചതിന്റെ അടുത്ത ആഴ്ച ചേട്ടത്തെ ഭാർഗവൻ ചേട്ടൻ കെട്ടി. എന്തോ എനിക്ക് ഈ കള്ളസ്വാമിമാരിലൊന്നും ഒരു വിശ്വാസവും ഇല്ല. ഈശ്വര വിശ്വാസം ഉണ്ട് മനസ്സിൽ, അത് മതി. ഒന്ന് പോയി കാണുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ചേച്ചിയുടെ കല്യാണം കൂടി നടന്നു കിട്ടാൻ വേണ്ടിയ ഈ വഴിപാട്. വഴിപാടൊക്കെ ഉണ്ടോ? പേടിക്കണ്ട, കുഴപ്പമൊന്നുമില്ല. സ്വാമിയെ ചെന്ന് കണ്ട് പേരും നാളും പറഞ്ഞു ഒന്ന് ധ്യാനിച്ചാൽ മാത്രം മതി. നക്ഷത്രം? ഭരണി. പേര്? കരുണേട്ടൻ. എല്ലാ ചൊവ്വാഴ്ചയും അർദ്ധരാത്രി കുളികയും നീറൻ തെറ്റെടുത്ത് ഉരുവിട്ട് തന്ന മന്ത്രങ്ങളൊക്കെയും 14 ആവർത്തി ഉരുക്കഴിക്കാറുണ്ടല്ലോ. സ്വാമി പറഞ്ഞ കാര്യങ്ങളൊക്കെ മുടക്കം കൂടാതെ ചെയ്യുന്നുണ്ട്. ഇത് കയ്യിൽ വെച്ചുകൊണ്ട് ഉരിയാടാൻ പാടില്ല. ഇല്ല സ്വാമി, ഇതും കയ്യുടെ ഗോകർണത്തിൽ നിന്നും കൊണ്ടുവന്ന അഷ്ടചൂർണ ഇത് തേനിൽ ചാലിച്ച് കരുണേട്ടന്റെ നാവിൽ 3 തവണ തൊട്ടുകൊടുക്കണം. അതും അർദ്ധരാത്രി 12 മണിക്ക്. അതിനടുത്ത ദിവസം തന്നെ കല്യാണ നിശ്ചയം ഫലം. അത്രയ്ക്ക് മാന്ത്രിക ശക്തിയുള്ള ചൂർണ. ശരി സ്വാമി. മിണ്ടരുത്. അതെ സ്വാമി, കാര്യം ചോദിച്ചതേ. അതെ, കരുണേട്ടന്റെ നാവ് നീട്ടിക്കിട്ടണ്ടേ. നീട്ടിക്കിട്ടാനുള്ള തന്ത്രങ്ങളൊക്കെ സ്വയം അങ്ങോട്ട് കണ്ടുപിടിക്കുക. അങ്ങനെയാണെങ്കിൽ ആ വഴിയായിട്ട് നോക്കാല്ലേ. ചേച്ചി മാർക്കറ്റിലേക്കാണെന്ന് പറഞ്ഞിറങ്ങിയത് സ്വാമിയെ കാണാനാ? ലോക നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയായിരിക്കും അല്ലേ? എന്ത് ചേച്ചി? അതെ, കല്യാണത്തിന്റെ കാര്യത്തിൽ കരണമാവൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു, അറിഞ്ഞോ? ഇല്ല. കരണമാവൻ മണിക്കുട്ടിയെ തന്നെ കെട്ടിക്കൊള്ളാന്ന് സമ്മതിച്ചിരിക്കുക, സത്യം ചെയ്തിരിക്കുക. ഭഗവതി, സ്വാമിയുടെ ഗോകർണത്തിലെ ചൂർണ്ണ എന്നെ രക്ഷിച്ചു. ഇനി ഇതിന്റെ ആവശ്യം എനിക്കല്ല, നിങ്ങൾക്കാ. ഇതാ വെറുതെ. ഹരിയുടെ പറഞ്ഞ സത്യാണോ? എവിടെ, ഇന്ന് പലതും നടക്കും. അയ്യോ, ഹരിയുടെ നാക്കും നെട്ടിക്കേ. എന്തിന്? തേക്കാൻ. ആദ്യം ഈ ചൂർണം നിന്റെ അമ്മയുടെ കൊണ്ടുപോയി കൊടുത്തിട്ട് നിന്റെ അച്ഛന്റെ നാക്കിൽ തേച്ചു കൊടുക്കാൻ പറ. അല്ലെങ്കിൽ നിന്റെ ചേച്ചിക്ക് കോളേജ് അഡ്രസ്സിൽ അയച്ചു കൊടുക്ക. എന്റെ ദൈവമേ, വാടൻ കൂർക്കം വലിച്ചു ഉറങ്ങുകയാകണേ. തള്ളിയുടെ മുമ്പിൽ ചെന്ന് ചാടുവോ? അപ്പോഴേ ഞാൻ അവളോട് പറഞ്ഞതാ മതിൽ ചാടിക്കിടന്ന് സിനിമ കാണാൻ പോണ്ടെന്ന്. ഇന്നുകൊണ്ട് കഴിയില്ലേ ഈ അഡ്വഞ്ചേഴ്സ് ഒക്കെ? ഈ ത്രില്ലൊക്കെ പിന്നെ വീട്ടിൽ ചെന്ന് കിട്ടുവോ മോളെ? വാ. വീട്ടിൽ പോയിട്ട് എന്താ നിന്റെ അടുത്ത പ്രോഗ്രാം? എന്റെ മാത്രം പ്രോഗ്രാം അറിയാൻ എല്ലാവർക്കും എന്താ അത്ര തിടുക്കം? ഫെമിനിസവും മണ്ണാങ്കട്ടയെന്നൊക്കെ പറഞ്ഞ് അടിപൊളിയായി നടക്കുന്നത് താനല്ലേ? അപ്പോഴെന്തെങ്കിലും മിറാക്കിൾ കാട്ടിക്കൂട്ടുമെന്ന് കരുതി ചോദിച്ചതാ. എന്റെ മിറാക്കിളൊക്കെ പിന്നെ പറയാം. ആദ്യം നിങ്ങൾ 3 പേരും വീട്ടിൽ പോയിട്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഞാനൊന്ന് അറിയട്ടെ. എന്തറിയാനാ? നമ്മുടെ സ്വാതന്ത്ര്യമൊക്കെ ഈ കോളേജ് ലൈഫൂടെ കഴിയുക. ഹോസ്റ്റലിൽ പോലെ വീടെന്ന് വിചാരിച്ചിരിക്കാമേക. നേരാ, നമ്മൾ ആരെയൊക്കെ അനുസരിക്കേണ്ടെന്നറിയാവോ? മമ്മിയുടെയും ഡാഡിയുടെയും കാര്യം പോട്ടെന്ന് വെക്കാം. 50 അമ്മാവന്മാര്, 15 മുത്തശ്ശന്മാര്, പിന്നെ കുറെ ആങ്ങളമാര്. യു മസ്റ്റ് ബ്രേക്ക് ഓൾ കൺവെൻഷണൽ ബുൾഷിറ്റ്. ഇതങ്ങോട്ടുണ്ടേ കൊടുക്ക്. അതൊക്കെ ചേച്ചി കൊണ്ടേ കൊടുത്താൽ മതി. എന്റെ കല്യാണം ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിരിക്കില്ല. അങ്ങോട്ടുണ്ട് കൊടുക്കാൻ എനിക്ക് പറ്റില്ല. എന്നാ വേണ്ട. എന്ത് രോഗാണെന്ന് കണ്ടാ നോക്കണത്? ക്രോണിക് അൾസറൈറ്റിക് കൊളൈറ്റിസ്. ഒരു രക്ഷയുമില്ല.
മോള് പഠിക്കുകയാണ്. ഇത് മോളല്ല, എന്റെ ഒരു ബന്ധുവിന്റെ മകളാ. എല്ലാവരുടെയും മുമ്പ് വരാനുള്ള മടി കൊണ്ടായിരിക്കും വരാതിരിക്കുന്നത്. അവളെ കാണേണ്ട രാജ്യത്തല്ലേ, അത് അതിലേക്ക് വെക്കോളൂ. പരസ്പരം സംസാരിക്കുകയും ചെയ്യാമല്ലോ. അതാണല്ലോ ഇപ്പോഴത്തെ ഒരു രീതിയും. ഞാൻ ഉപദേശിക്കുകയാണെന്ന് ധരിക്കരുത്. ഈ നോക്കിയും കണ്ടും ഒക്കെ കല്യാണം കഴിച്ചില്ലെങ്കിൽ കഴുത്തി കെട്ടുന്ന ചരട് ആജീവനാന്ത ഒരു കുരുക്കായിട്ട് തീരും. അതിന്റെ ഒരു ബലിയാടാണല്ലോ എന്റെ ചേട്ടൻ. വിചാരക്കേട് പറയുന്നുണ്ട്, അതിലുണ്ട്. ഇപ്പൊ ഇവിടെ വന്നിരിക്കാൻ നിന്നോട് ആരാ പറഞ്ഞേ? ആരും പറഞ്ഞില്ല, ചേട്ടൻ്റെ ഒരു ഹെൽപ്പ്. ഗുഡ് മോർണിംഗ് മാഡം. I am Ajit, not a bastard. I have a father. കളത്തിൽ വിജയരാഘവൻ നായർ. You dirty son of a bitch! ഇറങ്ങാനല്ല, ഇറക്കി കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. മനസ്സിലായോ? മരിക്കേണ്ടി വന്നാൽ പോലും ഞാൻ ഇതിന് സമ്മതിക്കില്ല. ചൊവ്വാദോഷമുള്ള ഞാനോ അതിൻ്റെത്? അതിങ്ങനെ ഒത്തുവരിക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അറിയോ? അറിയോ നിനക്ക്? ചേട്ടാ, അവളെ ഇന്ന് ഉപദ്രവിക്കരുത്. അവളെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. അങ്ങനെ ആരും പറഞ്ഞ് സമ്മതിപ്പിച്ച് ഈ കല്യാണം നടത്തണ്ട. നിന്നോട് ആരുടെ ഇവിടെ അഭിപ്രായം ചോദിച്ചേ? എന്റെ മോടെ കാര്യത്തിൽ ആരുടെ അഭിപ്രായം എനിക്ക് കേൾക്കണ്ട. അവൾ എന്റെയും കൂടെ മോളാ. ചൊവ്വാദോഷത്തിന്റെ പേരും പറഞ്ഞ് ആരെങ്കിലും കൂടെ പറഞ്ഞയക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇടിച്ചു കൊന്നുകളയും. വെറുതെ കിടന്ന് ചാടണ്ട. എന്റെ അടുത്തുള്ള ദേഷ്യവും വാശിയും ഇങ്ങനെയല്ല തീർക്കേണ്ടത്. അച്ഛനും അമ്മയും വെറുതെ വഴക്കിടണ്ട. ആരൊക്കെ പറഞ്ഞാലും ഈ വിവാഹത്തിന് ഞാൻ സമ്മതിക്കില്ല, സമ്മതിക്കില്ല, സമ്മതിക്കില്ല. തനിക്കൊരെണ്ണം പൊട്ടിക്കാമായിരുന്നില്ലേ? അതല്ല എന്റെ രീതി. ഈ കൈക്കുള്ളിലാകുന്നവരെ ക്ഷമിക്കുക. അവളെ കല്യാണം കഴിക്കാൻ തന്നെ തീരുമാനിച്ചോ? സ്വന്തമാക്കാൻ തീരുമാനിച്ചു എന്ന് പറയുന്നവൻ കൂടുതൽ ശരി. അതിനുവേണ്ടി വിവാഹം പോലുള്ള ഒരു ഫോർമാലിറ്റി ആവശ്യമാണെങ്കിൽ ഐ ഡോണ്ട് മൈൻഡ്. അവളുടെ പട്ടി പോലും തന്റെ കൂടെ വരില്ല എന്നല്ലേ പറഞ്ഞത്? ഇനിയും ഇങ്ങനെ ആഗ്രഹിച്ചെല്ലാം നേടിയെടുത്തിട്ടുണ്ട്. ഏതു വഴിയിലൂടെ എതിർക്കാൻ വന്നവരെല്ലാം തകർത്തിട്ടുമുണ്ട്. ഇനി ഞാൻ കളി തുടങ്ങുകയാണ്. ആ ചൊവ്വാക്കാരനും പോയി. ഇനി ഞാൻ എവിടെ പോയി തപ്പും? ഉഗാണ്ടയിലോ ചന്ദ്രനിലോ? നീ ചന്ദ്രനിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ജാഫ്നയിലേക്ക് പോകും. എന്തിന്? അവിടെ ചെന്ന് LTT-കാരുടെ വെടിയുണ്ട നെഞ്ചിലേറ്റാ പോലും ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കും. ആ മത്തങ്ങ തലച്ചയുടെ ചില ചെയ്തികൾ RDX-നേക്കാൾ കടുപ്പമാണ്. എനിക്ക് സഹിക്കാൻ വയ്യ. ആരുടെ കാര്യം അമ്മ പറഞ്ഞുകൊണ്ട് വരുന്നത്? ആ മണിക്കുട്ടിയുടെ. മനസ്സമാധാനത്തോടെ രാവിലെ ചപ്പാത്തി കഴിക്കായിരുന്നു. രണ്ടാമത്തെ ചപ്പാത്തിയുടെ അടിയില് പൂഴ്ത്തി വെച്ച പ്രേമലേഖനം. മണിക്കുട്ടിക്ക് അത്രയ്ക്ക് പ്രേമമാണെങ്കിൽ അമ്മാവന് തിരിച്ച് അങ്ങോട്ടും പ്രേമിച്ചൂടെ? ആ ഇഡ്ഡലിക്കുട്ടത്തിനെ അതിന് വേറെ ആളെ നോക്കണം. ആ ഇഡ്ഡലിക്കുട്ടത്തിന് ഈ ദോഷം വന്ന കറക്റ്റാ. അല്ല, അമ്മാവന് ഇഷ്ടമല്ലേ? വേണ്ട, നമുക്ക് വേറെ ആളെ തപ്പാം. ആരാടാ? ഓ, ചേട്ടൻ. എന്താ ചേട്ടാ പതിവില്ലാതെ ഈ വഴിക്ക്? മേഘയുടെ കല്യാണക്കാരി ഒന്നും അങ്ങോട്ട് ആകുന്നില്ല വേണ്ടി. ഇവിടെ അടുത്തുള്ള ഒരു അഡ്രസ് എന്റെ കൈവശമുണ്ട്. അപ്പൊ ആ വീട് നോക്കി ഇറങ്ങിയതാ. പയ്യൻ എവിടത്തെയാ? പയ്യനൊന്നും ആയിട്ടില്ല. ഇതൊരു ബ്രോക്കറുടെ അഡ്രസ്സാ. അപ്പൊ അയാളുടെ കുറെ അധികം ജാതകങ്ങൾ ഉണ്ടെന്നാ കേട്ടത്. എല്ലാത്തിനും ഓരോ സമയമുണ്ട്. ചേട്ടന് വിഷമം തോന്നൂല്ലെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. വർഷയും മേഘയും എനിക്കൊരുപോലെയാ. ഇവിടെ എന്താണ് പറയുന്നേ? അല്ല, മേഘയുടെ വിവാഹവും വർഷയുടെ വിവാഹവും അരിയും പിന്നെ. നീ ആദ്യം എന്റെ മുഖത്ത് നോക്ക്. ആ ഇനി വളച്ചിട്ടില്ലാതെ പറ. അല്ലമ്മ, വർഷയുടെയും എന്റെയും വിവാഹക്കാര്യ പറഞ്ഞോണ്ട് വരുന്നത്. എന്റെ മോടെ വിവാഹക്കാര്യം ഞാൻ അറിയാതെ തീരുമാനിക്കാൻ ഇവിടെ ആരാ? അല്ലേട്ടാ, മേഘയുടെ കല്യാണം ഇങ്ങനെ 7 ചൊവ്വയും 8 ബുധനും എന്നൊക്കെ പറഞ്ഞ് തട്ടിത്തട്ടി നീങ്ങുന്ന സ്ഥിതിക്ക് ഹരിയുടെയും വർഷയുടെയും കല്യാണം അങ്ങ് നടത്തി കൊടുക്കുന്നതാണ് ബുദ്ധി. അതേ ചേട്ടാ, അത് തന്നെയാണ് ബുദ്ധി. ഏത് ചെറ്റാടാ ഈ കുറച്ച് ബുദ്ധിക്ക് പിന്നില്? കാരണം അവനമ്മ പറഞ്ഞത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞത് എനിക്ക് പിഴങ്ങി പോകാൻ വേണ്ട. അതിൽ മാരി ഒള്ളി അത്ത് മേക്ക് ഗെറ്റ്സ് മാരീഡ്. നീ ഇംഗ്ലീഷ് പറഞ്ഞിട്ട് വാടപ്പിക്കാൻ നോക്കണ്ട. നീ അല്ലേ എന്റെ അടുത്ത് പറഞ്ഞത്? ഇതാ പറഞ്ഞ അമ്മോട് ഓർമ്മയൊന്നുമില്ലെന്ന്. അമ്മോട് ക്വാളിറ്റീസ് മാറി ഇപ്പൊ വട്ടായോ? മറ്റതിന്റെ അമ്മയുടെ അനാവശ്യം പറയുന്നു. അനിയനും അനിയത്തി അനന്തരവനും ഒക്കെ കേൾക്കാൻ വേണ്ടി പറയാണ്. മേഘയുടെ കല്യാണം നടക്കുന്നതിന് മുമ്പ് ഈ തറവാട്ടി മറ്റൊരു കല്യാണം നടക്കില്ല. അതിനു മുമ്പ് അരീരം ഗോതമ്പിന്റെ കല്യാണക്കാര്യം പറഞ്ഞ് ആരെങ്കിലും അതിനടുത്ത് വന്നാ അവന്റെ മുട്ടുകാരിയെ വിളിക്കും. മഠകല്യ സൂത്രം. മഠകല്യ സൂത്രമല്ല, മംഗല്യ സൂത്രം. അബദ്ധങ്ങളൊന്നും എഴുന്നള്ളിക്കില്ല അമ്മ. തുടങ്ങി.
മടിയാ. MD ഒന്ന് കാണണമായിരുന്നു. ഇരിക്കൂ, MD പുറത്തുണ്ട്. ദേ, ഗുഡ് മോർണിംഗ് സർ. നമസ്കാരം. വെട്ടുവാദം ഉണ്ടോ ഇയാൾക്ക്? എന്നാലേ വിളിക്കും. യെസ്, കം ഇൻ. ടേക്ക് യുവർ സീറ്റ്. എന്താണ് കേസ്? വിധവയാണോ, വികലാംഗയാണോ, പുനർവിവാഹമാണോ, അതോ ലേറ്റ് മാരേജോ? അതിനേക്കാൾ കുഴപ്പം പിടിച്ച ഒരു കേസാണിത്. 7 ചൊവ്വയുള്ള ഒരു കുട്ടിയുടെ പേര് രജിസ്റ്റർ ചെയ്യാൻ വന്നാണ്. 7 70 ചൊവ്വയാണെങ്കിൽ പോലും പ്രശ്നമല്ല. വ്യാഴത്തിൽ ഗുളികന്റെയും രാഘുവിന്റെയും ദൃഷ്ടിയുള്ള കേസുകെട്ട് വരെ അടിച്ചു കൊടുത്തിട്ടുണ്ട് ജോൺ സാമുവൽ. അതാരാ ജോൺ സാമുവൽ? കേരള മുഖ്യമന്ത്രി. അയ്യോ, അപ്പൊ നരസിംഹറാവു മാറിയുടെ? ഇദ്ദേഹമാണ് അമ്മാവ ജോൺ സാമുവൽ. ആ, കാൻഡിഡേറ്റിന്റെ ഫോട്ടോ കൊണ്ടുവന്നിട്ടുണ്ടോ? ഫോട്ടോ കൊടുത്തു. കുട്ടി ഫീമെയിൽ സെക്സ് ആണെന്നാണ് ഫീമെയിൽ സെക്സോ? ആൾക്കാർ പറയുന്നത്. പക്ഷെ ഞാൻ അത് കുട്ടി ഫെമിനിസ്റ്റ് ആണെന്നാണ് അമ്മ ഉദ്ദേശിച്ചത്. ആ കക്ഷി ഒരു സ്ത്രീ സമത്വവാദിയാണ്. ഇടിവെട്ട് കൊണ്ടവനെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞ പോലെ അല്ലേ ഈ കുട്ടിയുടെ കാര്യം? 7 ചൊവ്വയും ഫെമിനിസവും. ഞാനിപ്പോ എവിടെ പോയി തപ്പാനാ? എവിടുന്നെങ്കിലും തപ്പിയേ പറ്റൂ. ഇത് കല്യാണ രോഗിയായ എന്റെ അനന്തരവന്റെയും കൂടി കാര്യമാ. അവിവാഹിതനാണല്ലേ? അതെ. ജാതകവും ജാതിയും വയസ്സും ഹോബിയും ഒക്കെ ഇത് തന്നേക്കൂ. ഇവന്റെ ആൾറെഡി ഫിക്സ്. ഈ കുട്ടിയുടെ സിസ്. ഈ കുട്ടിയുടെ അനിയത്തിയാണ് ഞാൻ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ കേസ് നടന്നാലേ എന്റെ കേസ് നടക്കൂ. ഈ 2 കേസും നടന്ന് എന്റെ കൊളൈറ്റിസും ഭേദമായ ശേഷം വേണം എന്റെ കാര്യം പരിഗണിക്കാൻ. സംഗതി അത്ര എളുപ്പമല്ല. കുറച്ച് സൂത്രപ്പണികളൊക്കെ ഒപ്പിക്കേണ്ടി വരും. എന്ത് സൂത്രപ്പണിയാണേലും ഇവനെ ഏൽപ്പിച്ചാ മതി. ഇവൻ സൂത്രപ്പണിക്ക് PWD ഡിഗ്രി എടുത്ത ആളാ. അപ്പൊ മിസ്റ്റർ, ഗുഡ് നെയിം പ്ലീസ്? ഹരിപ്രസാദ്. ഹരി എല്ലാരും വിളിക്കും. മിസ്റ്റർ ഹരി, ഈ കുട്ടിയുടെ, അതായത് മിസ് മേഘ, മേഘയുടെ ഡേ ടു ഡേ ഡീലിംഗ്സ് യു ഹാവ് ടു ഒബ്സർവ്. അതായത് ഈ കുട്ടി എത്ര മണിക്ക് ഉണരുന്നു, എത്ര മണിക്ക് ഭക്ഷണം കഴിക്കുന്നു, ഇഷ്ടപ്പെട്ട ഹോബികൾ, ഇഷ്ടതാരങ്ങൾ, വായിക്കുന്ന പുസ്തകങ്ങൾ, വായിക്കാത്ത പുസ്തകങ്ങൾ, എവിടെയൊക്കെ പോകുന്നു എന്ന് വേണ്ട സകല കാര്യങ്ങളും വാച്ച് ചെയ്യണം. ഇത്തരം ഒരു ഫെമിനിസ്റ്റ് കേസിനെ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിലേ മേഘയെ വാച്ച് ചെയ്യുന്ന ജോലി നമുക്ക് ആ മന്ദബുദ്ധിയെ ഏൽപ്പിക്കാം. അതായത് അമ്മാവന്റെ ഡിംഡിൽ മണിക്കുട്ടി. കൊള്ളാം. അന്യരുടെ കാര്യങ്ങൾ ചുഴിഞ്ഞറിയാൻ ഇതുപോലൊരു മിടുക്കി. ബെസ്റ്റ് CID.